തിരുവനന്തപുരത്ത് വന്നേ പിന്നെ വീട് പണി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. എന്താണാവോ പുതിയ ഐഡിയ? ഞാൻ കിണറിന്റെ സ്ഥാനം മാറ്റി. സ്ഥാനവിധാനുള്ള ഫലം കണ്ടില്ലേ? എത്ര വർഷം കഴിഞ്ഞാലും കാണുമല്ലോ ഇതുപോലുള്ള പാലവലാരികള്. അശ്വതി, അശ്വതി, മണി 6 കഴിഞ്ഞു. എഴുന്നേറ്റ് തോന്നും പഠിക്കേ. അശ്വതി, അവളെയും വിളിക്ക മോളെ. ഇന്നലെ അതിനോട് മര്യാദക്കല്ലേ പറഞ്ഞത് ഇവിടെ ഒന്ന് കുളിക്കരുതെന്ന്? ഞങ്ങൾ പതിവായി കുളിക്കുന്ന കിണറാ. ഇറങ്ങാ പുറത്ത്. ഞാൻ കാശ് കൊടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന എന്റെ സൗകര്യത്തിനാ. ക്യാപ്റ്റൻ, ഒന്നിങ്ങ് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഈ ഗെയിം കഴിയട്ടെ. ഒന്നിങ്ങ് വന്നേ. ഇല്ലേ ക്യാപ്റ്റൻ ഒരുമാതിരി മൂരാഴ്ചയെ പോലെ സംസാരിക്കരുത്. എവിടെ നിന്നൊന്നും ഒരുത്തൻ നമ്മളൊരുത്തന്നെ തല്ലെന്നെടുത്താണോ വേദാന്തം പറയുന്നത്? ഇതിന് ഭാരം ചോദിച്ചേ പറ്റൂ. ആവേശം വേണ്ട ജോസേ, പകരം ചോദിക്കല്ലേ വേണ്ടു. ചോദിക്കാന്നേ. എങ്ങനെ ചോദിക്കാന്ന്? ഇന്നിനിപ്പോ ഏതായാലും നേരം വെളുത്തു പോയില്ലേ, നാളെ വെളുക്കട്ടെ, വീണ്ടും പോയി കുളിക്കണം. എന്നിട്ട് നാളെ ഉള്ളത് വാങ്ങിച്ചോണ്ട് പോരാണോ? നാളെ വിഷുവിനെ ആരും തല്ലില്ല. കാരണം നാളെ വിഷു ഒറ്റയ്ക്കല്ല കുളിക്കുന്നത്, നാളെ എല്ലാവരും ഒരുമിച്ച് കുളിക്കുന്നു. അവിടെ തന്നെ പോയി കുളിക്കണം. ഏറ്റെന്ന ചെല. ഇന്നലെ വാങ്ങിച്ച പെൻസില് എവിടെ കൊണ്ട് കളഞ്ഞാ നീ പറയുന്നേ? ബസ്സിലെ യാത്രക്കിടയിൽ. അതെങ്ങനെ പോകൂടി? സൂക്ഷ്മതയില്ലാത്തൊരു കുഴപ്പമാണ്. ഇനി ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു പെൻസിൽ അമ്മാവൻ വാങ്ങിച്ചു തന്നാൽ പിന്നെ 6 മാസത്തേക്ക് മിണ്ടാൻ പാടില്ല. എന്റെ പെൻസിൽ പോയിട്ടുമില്ല, പോകത്തുമില്ല. കാരണം എനിക്ക് വാങ്ങിച്ചു തരാൻ ആളുണ്ടായിരുന്നില്ല. ഇവിടെ നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. ഇനി അവൾ കളയില്ല. ഇത്തവണ ക്ഷമിച്ചേക്കും. പെൻസിലില്ലാതെ ഡ്രോയിങ് ക്ലാസ്സിൽ പോവാൻ പറ്റില്ലല്ലോ. പോയി ബാഡൊന്നും പാടി. കാർത്തി പറഞ്ഞു കേട്ടോ. ഒരു പെൻസിൽ കളഞ്ഞു പോയതിന് എന്തിനാമേ അച്ഛനീ ബഹളം? സ്വർഗവും പാതാളവും എല്ലാം കേട്ടു കഴിഞ്ഞു. അച്ഛൻ പറയും. അച്ഛൻ ബുദ്ധിമുട്ടി പഠിച്ച കാര്യം പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം കേട്ടു. പക്ഷെ അത് 1947, ഇത് 87. ആ വ്യത്യാസം കൂടി ഓർക്കണം. അമ്മേ, അമ്മേ, ഞാനാ അച്യുതൻകുട്ടി. ഞാൻ പറഞ്ഞില്ലേ കിട്ടുമെന്ന്. അമ്മോ, എന്റെ കുഞ്ഞെ, നിനക്ക് സ്ഥലമാറ്റമാണെന്ന് അറിഞ്ഞു. ഒരാഴ്ചയായിട്ട് ഒരനക്കവുമില്ല. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഫോൺ കണക്ഷൻ കിട്ടിയിട്ട് അമ്മ നേരിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുനിന്നാ.
എന്റെ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോമേ. എടീ ശാരദേ, എന്റെ അമ്മയെ എന്നെ എപ്പോഴൊന്നും അങ്ങോട്ട് വിളിച്ചാ പറ്റിയല്ലേ, എനിക്കിവിടെ പണി തീർന്നിട്ടില്ല. അയ്യോ നീ എന്നെ കൊല്ലാൻ വരാതെ നിന്റെ മോനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അച്യുതൻകുട്ടി വിളിക്കുന്നു. അവന്റെ നമ്പരൊന്ന് കുറിച്ച് വെക്കാനാ. അവൻ അപ്പുറത്തം കണ്ടിരുന്ന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. നമ്പരൊന്നും പറയണ്ട, നീ ഇങ്ങോട്ട് വിളിച്ചാ മതി. നീ ആ ഫോൺ കൊച്ചവടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ആ അമ്മൂമ്മയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. അമ്മൂമ്മ ഇത് ഞാനാ കാർത്തി. എന്താ മോളെ ഈ പൊട്ടക്കണ്ണി അമ്മൂമ്മേ നീ മറന്നോ? എങ്ങനെയാ മറക്കുന്നേ? അവിടെ വന്ന ഞാനല്ലേ അമ്മൂമ്മയുടെ സെക്രട്ടറി. മക്കൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? നമ്മൾ എന്നാ അങ്ങോട്ട് ചെല്ലുന്നേന്ന്? അമ്മ അത് ഞാൻ ജോയിൻ ചെയ്യല്ലേ ഉള്ളൂ, വന്നോളാം. അതല്ല അച്ചു, 12-ാം തീയതി എന്റെ പിറന്നാളാടാ. പ്രഭാകരനും പിള്ളാരും ഒക്കെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കി നീ ഒന്ന് വാ. ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാരെയും ഒത്തു കാണാൻ പറ്റൂ. ആ ഞാൻ നോക്കട്ടെ. പിന്നെ നീ വരുമ്പം എനിക്ക് കണ്ണിലൊഴിക്കാനുള്ള എണ്ണ കൂടെ കൊണ്ടുവരണം. 2 ആഴ്ചയായി തീർന്നിട്ട്. ശരി. രുക്മിണി, അച്ചുവേട്ടൻ ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. അമ്മയെ കാണാൻ വരുന്ന മകനായിട്ടല്ല പ്രഭാകരൻ നായർ വരുന്നത്. റബ്ബർ ടാപ്പിങ്ങിന് എസ്റ്റേറ്റിൽ പോകുന്ന വഴിക്ക് വിശ്രമിക്കാൻ കണ്ടെത്തുന്ന റെസ്റ്റ് ഹൌസ് ആണ് പടിപ്പര വീട്. ഭാര്യയ്ക്കും പിള്ളേർക്കും ചുറ്റുകിടന്ന് കാണാൻ പറ്റിയ കാഴ്ച ബംഗ്ലാവ്. കണ്ണു കാണാൻ വയ്യാത്ത ഒരു അമ്മമ്മ എന്ന് പറയുന്നത് പിള്ളേർക്ക് കണ്ടുരസിക്കാൻ പറ്റിയ ഒരു ജീവിയല്ലേ? അച്ചൂട്ടൻ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ ബഹളം വെക്കും. എടി അമ്മയ്ക്ക് കണ്ണിലെഴുതാനുള്ള മരുന്ന് തീർന്നിട്ട് 2 ആഴ്ചയായിന്ന്. അത് വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി കഴിവില്ലേ? വേണ്ട, ചേച്ചിക്ക് കൊന്ന പോലെ വളർന്നൊരു മോനുണ്ടല്ലോ, അത് വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മളതൊന്നും നോക്കണ്ട, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക. ഞാനല്ല പിന്നെ ആരാ ചെയ്യുന്നത്? എടി കണ്ണ് കാണാൻ വയ്യാത്ത അമ്മയ്ക്ക് വേണ്ടി ഫോൺ വെച്ചു കൊടുത്തതാരാ? പുതിയ മുറി പണിഞ്ഞു കൊടുത്തതാരാ? ചേച്ചിയുടെ കല്യാണ സമയത്ത് ശ്രീധരൻ തയ്ക്കാൻ വേണ്ടി 1 ഏക്കർ വീതം എഴുതി കൊടുത്തതാരാ? ഞാൻ തന്നെ. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് നടിച്ചോളെ ചിലരുടെ നടപ്പ് കാണുമ്പോഴാ. ഇവരെയൊക്കെ ഏതു നേരത്തും ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതാ. സാറിന് അസൗകര്യം ഉണ്ടാണെന്ന് കരുതിയാ നേരം പരവരാ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പോയി വിളി സോപ്പെടുത്തു. ഞാനും എന്റെ ഭാര്യയും 2 പെമ്പിള്ളാരോട് താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ആ ഒരു ഗുണമുള്ളത് സാർ, എത്ര കോരിയാലും ഈ കിണറ്റിലെ വെള്ളം വറ്റുകയില്ല. എന്തിനാ അച്ചോട്ടാ പോലീസിനെയൊക്കെ വിളിച്ചത്? ഈ നാട്ടിൽ നിയമം ഉണ്ടോ എന്ന് ഞാനും നോക്കട്ടെ. എന്താ ഇവിടെ? എന്തോന്നാ? നമസ്കാരം സാർ. ക്ഷമിക്കണം സാർ, ഈ ഹോസ്റ്റലിലെ പിള്ളേര് വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോ ഇവിടെ വന്നാ കുളിക്കാറ്. അതൊന്നും എനിക്കറിയണ്ട. സ്റ്റേഷനിൽ പരാതി വന്നു, ഞങ്ങൾ വന്നു. അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കുളിക്കുന്നത്? ഇറങ്ങി സോപ്പ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ സാർ? എന്താ സാർ, സോപ്പ് തേച്ച സ്ഥിതിക്ക് കുളി കഴിഞ്ഞ് പോയാ പോരെ? എനിക്കിപ്പോ ഇറങ്ങണം. അദ്ദേഹത്തിന് ഇപ്പൊ ഇറങ്ങണമെന്ന്. ഇറങ്ങി വെറുതെ പോലീസ്, കോടതി, കേസ്. ബക്കറ്റ് ഇറക്കട്ടെന്ന്. ബക്കറ്റ് എടുത്തോട്ടെ. ഒരു ദിവസം കുളിച്ചിരുന്ന വെച്ചാൽ മനുഷ്യൻ ചത്തു പോകും. മനുഷ്യന് മെന്നെ കിടത്താനായി കാലത്തെ ആവും. ഞാൻ ഇതിനു മുമ്പിരുന്ന സ്ഥലത്തും പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരുന്നു. അത് ശരി. അപ്പൊ അവിടെയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
ഞാൻ ഇപ്പൊ വരാം. ഓ ഇല്ലടേ ഇപ്പൊ വരൂടേ. എന്തായി? എന്താവാൻ? ദാ കണ്ടില്ലേ, വിദ്യാർത്ഥി സമൂഹം പിൻവാങ്ങി. എടി കാക്കി കാക്കി തന്നെ. ഞാൻ പോയി ഇത്തിരി ചില്ലറ എടുത്തോണ്ട് വരാം. ചീച്ചി കൊടുത്തില്ലേ പോലീസുകാർക്കൊരു വില ഉണ്ടാവില്ല. കാര്യം പിള്ളേര് നിയമലംഘനം നടത്തിയതാണെങ്കിലും നാട്ടിൽ ഒരു തുള്ളി വെള്ളമില്ല സാറേ. ഞാൻ ഫസ്റ്റ് ബസ്സിൽ വൈഫ് ഹൗസിൽ പോകേണ്ടതാ. പിന്നെ സാറ് വിളിച്ചോണ്ട് വന്നേ ഉള്ളൂ. കുളിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ക്വാർട്ടേഴ്സിൽ ഒരു തുള്ളി വെള്ളവുമില്ല. ഞാൻ സൂത്രത്തിൽ അങ്ങ് സാധിച്ചോളാം. സർവേശ്വര, എന്തൊരു തണുപ്പ്! അയാളെ വാശി ജയിച്ചു. സോപ്പിട്ടുന്ന പടുതിയിലല്ലേ എന്നെ ഇറക്കി വിട്ടത്. ഒന്ന് കുളിച്ചിട്ട് കയറാൻ പോലും സമ്മതിച്ചില്ല. ക്യാപ്റ്റൻ വാക്കുപോടാ, ഞാൻ പോയി 2 കൊടുത്തേച്ചു വരാം. ഭയങ്കര ചമ്മലായി പോയി. ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഇയാൾ പോലീസിനെ വിളിക്കുന്ന ആര് വിചാരിച്ചു? പോലീസിന് പരാതി കൊടുത്ത സ്ഥിതിക്ക് പിന്നെ നമ്മളവിടെ നിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധം നോക്കിയിട്ട് കാര്യമില്ല. അയാളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ക്യാപ്റ്റൻ, നമുക്ക് വൈകിട്ട് പോയി കുളിച്ചാലോ? ഇടോ, കുളിക്കുന്നതല്ല അയാൾക്ക് പ്രശ്നം. ഒരു ഭാര്യയും 2 പെൺമക്കളുമാണ് അങ്ങേരുടെ വീക്ക് പോയിന്റ്. ആ പോയിന്റിൽ പിടിച്ച് നമുക്ക് കുറേശ്ശെ മാന്താം. ഈ നുള്ളി നോവിക്കുന്നതിനേക്കാൾ സുഖം മാന്തി ചൊറിയിക്കുന്നതാണ്. അതെങ്ങനെയാന്ന് ക്യാപ്റ്റൻ പറഞ്ഞില്ലല്ലോ. ഒക്കെ ഉണ്ടോ. ഡോ, ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വക്കീലും ഭാര്യയും 6 മാസത്തിനുള്ളിൽ സ്ഥലം കാലിയാക്കിയില്ലേ? എന്നാൽ ഇങ്ങനെ അത്രയും പഴക്കമില്ല. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരിക. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ. അച്ചോട്ടൻ കുളിക്കുക. ചേച്ചിയുടെ നാട്? മൂവാറ്റുപുഴ. ഓ, മൂവാറ്റുപുഴ എന്ന് പറയുമ്പോ നമ്മുടെ പള്ളിയുടെ അടുത്താണോ? നാടെന്ന് പറയാനേ ഉള്ളൂ. അവിടുന്ന് പോന്നിട്ട് വർഷങ്ങളായി. ഹോസ്റ്റലിലെ പിള്ളേര് ഒരു വലിയ ശല്യമായിട്ടുണ്ടല്ലേ? ഈ ശബ്ദം ഇതെങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ, എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിയുടെ മൂത്ത മോളല്ലേ? അതെ. എവിടെ പഠിക്കുന്നേ? വിമല കോളേജ്. ഓ, ആ, നല്ല കോളേജാ. ഒരാളെന്താ അവിടെ ഒളിച്ചിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, അങ്കിളൊന്ന് കാണട്ടെ. മോളെവിടാ പഠിക്കുന്നേ? അവള് ഹോളി ഏഞ്ചൽസില്. ഓ, ആ, അത് നല്ല സ്കൂളാ. നമസ്കാരം സാർ. എന്താ ഇവിടെ? അതേപ്പോ എന്താ? നമ്മുടെ അയൽപ്പക്കമാണല്ലോ. എനിക്കറിയില്ല. ആണ് സാർ, ഞാൻ ഈ ഹോസ്റ്റലിലാ താമസം. ആയിക്കോട്ടെ. അതിന് സാറിനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്കതിന് താല്പര്യം ഇല്ലെങ്കിലോ? നമ്മൾ അയൽപ്പക്കമാകുമ്പോ സംസാരിച്ചിരിക്കുന്ന ഒരു ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ സാർ? എന്നാ സംസാരിക്കണം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം സാർ. മിസ്റ്റർ, ഞാനും എന്റെ ഭാര്യയും 2 പെമ്മക്കളും ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ അകത്ത് വിളിച്ചിട്ട് സ്വറ പറയാവുന്ന പ്രായമല്ല എന്റേത്. മനസ്സിലായില്ലേ? സാർ, ഇനി എന്നെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അയ്യോ സാർ, പോലീസൊന്നും വിളിക്കണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? സാർ, ഞാൻ പോയെന്ന് ചേച്ചിയോട് ഒന്ന് പറഞ്ഞേക്കണേ. ക്യാപ്റ്റൻ, ഭയങ്കര ചമ്മലായി പോയി. ഇത്രയും ബെടായിയൊക്കെ അടിച്ചു പോയിട്ട് അവരെ നഖത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. പിന്നെ നിർത്തിയില്ലേ? എന്തിനാ അകത്ത് കേറുന്നേ? ഞാൻ അത്രയും നേരം അവിടെ നിന്നതിന്റെ രാസപ്രവർത്തനം ഇപ്പൊ ആ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ അയാൾക്ക് ചൊറിച്ചില് തുടങ്ങി.
എന്റെ അത്രയും ലോകപരിചയം നിനക്കില്ലല്ലോ. എന്നാ ഞാനാ പറയുന്നത് അവൻ മഹാ അലവലാതിയാ. അവൻ അതിസാമർഥ്യം കാണിച്ചതാ. ഇന്ന് അവൻ നിന്നോട് സംസാരിച്ചു. ആ സ്വാതന്ത്ര്യം വെച്ച് അവൻ നാളെ അശ്വതിയെ വഴിയെ പിടിച്ചു സംസാരിക്കും. ഉള്ളത് 2 പെമ്പിള്ളാരാണെന്ന് ഞാൻ മാത്രം വിചാരിച്ചൊരു കാര്യമായില്ല. നിനക്ക് ഉത്തരവാദിത്വം വേണം. ആ വരുന്ന വഴിയായിരിക്കും. അച്ഛാ ഇളയച്ചന്റെ പുതിയ കാറ്. അത് ഇളയച്ചന്റെ കാറല്ല മോളെ, ഭാര്യ വീട്ടിൽ അത് സ്വീകരണം കൊടുത്തതാ. അച്ചോട്ടിനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അമ്മേ, അമ്മയുടെ പുന്നാരമ്മ വരുന്നുണ്ട്. ആരാ? അച്യുതൻ കുട്ടിയോ? എന്താ ചേട്ടാ ഒരു മര്യാദ വേണ്ടേ? വല്ലപ്പോഴും ഒരിക്കൽ ചേട്ടന്റെ കൂടെ ഇരുന്ന് ഉണ്ണാന്ന് വിചാരിച്ചാ ഞാനിങ്ങ് എത്തിയത്. ഇപ്പൊ പണി എത്രയാണെന്നാ വിചാരം? എന്ന് പറഞ്ഞാൽ എനിക്ക് കാറില്ല, സർക്കാർ ബസ്സേ ഉള്ളൂ. ആ തുടങ്ങിയല്ലോ, വന്ന് കേറി ഉടനെ രണ്ടുപേരും. ചേട്ടൻ ചുമ്മാ അസൂയ കൊണ്ട് പറയല്ലേ. നീ മാടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ വരുന്നു. അശ്വതി എവിടെ? ഞാനിവിടെ ഉണ്ട് അമ്മൂമ്മേ. നീ അങ്ങ് വലിയ ആളായിപ്പോയല്ലോ മോളെ. കൊച്ചവളെവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. രുക്മിണിയോ? ഞാനിവിടെ ഉണ്ടമ്മേ. പിറന്നാളായിട്ട് എന്താ, ഒരു ഉരുള ചോറ് കഴിക്കാനുള്ള യോഗം എനിക്കില്ലല്ലോ എന്റെ ഈശ്വര. ശാരേച്ചി എന്താ ഇപ്പോഴും മൗനവ്രതത്തിലാണോ? ഓ ശാരദേച്ചി എങ്ങനെയാലും ആർക്കാ ഛേദം? അടുക്കളയിലെ പുകമറ ഒഴിഞ്ഞാലല്ലേ എന്നെ കാണാൻ പറ്റൂ. ശാരേച്ചിക്ക് പരാതി അല്ലാതെ ഒന്നും പറയാനില്ലേ? അല്ലാതെ എനിക്ക് എന്താ ഉള്ളത് അച്ചു? ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശാരേച്ചി അളിയനും ഒരുമിച്ച് ജീവിക്കാത്തത് ഞങ്ങളുടെ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണ്? എന്റെ ജീവിതം കള. എനിക്കൊരു മോനുണ്ട്. പ്രീ ഡിഗ്രിക്ക് അവൻ ഒരു പ്രാവശ്യം തോറ്റുപോയി എന്ന് കരുതി എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റുമോ? എന്നാ 2 അമ്മാവന്മാരുണ്ട്. ഒരാൾക്കെങ്കിലും അവനെ ഒന്ന് കൊണ്ട് നിർത്തി പഠിപ്പിക്കാൻ തോന്നിയോ? ഇവിടെ എവിടെയാ നല്ലൊരു ട്യൂട്ടോറിയൽ കോളേജ് ഉള്ളത്? അത് നേരാ. എടാ പ്രഭാകര, നിനക്ക് കോട്ടയത്തെങ്ങാനും അവനെ കുറച്ചുനാൾ കൊണ്ടുപോയി നിർത്തിക്കൂടെ? അമ്മയെ വയ്യാഞ്ഞിട്ടല്ല, കോട്ടയത്തേക്ക് തിരുവനന്തപുരം ആകുമ്പോ കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങളുണ്ടാവും. എന്താ ചോട്ടാ? പിന്നെ അത് പിന്നെ പറയാനുണ്ടോ? കോട്ടയത്തേക്കാ എന്തുകൊണ്ടും സൗകര്യം തിരുവനന്തപുരം തന്നെയാ. ഒന്നുമില്ലേലും കേരളത്തിന്റെ തലസ്ഥാനമല്ലേ. പൊന്നനിയാ. എടാ സന്തോഷേ, നിനക്ക് പഠിക്കണോ? പഠിക്കണം. പഠിച്ചാൽ ജയിക്കുവോ? പഠിച്ചാൽ ജയിക്കും. ആ എന്നാ റെഡി ആയിക്കോ. ഒരു തവണ പഠിച്ചെഴുതാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഒരു തവണയെ ദൈവം എന്തിനും അവസരം തരൂ. അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. സന്തോഷ് പറഞ്ഞത് കേട്ടല്ലോ. പറഞ്ഞത് കേട്ടോന്ന്.